എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ എനിക്ക് പൂർണ്ണ ജയമാണ്. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാരെ വിടുവിക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന്? അവർ മാത്രം ആമേൻ പറഞ്ഞു. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്ന് നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ ഇന്ന് നടക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രാർത്ഥനയുടെ ശക്തി അവസ്ഥകളെ മാറ്റും. പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ അവസ്ഥകളെ എന്ത് ചെയ്യും? മാറ്റും. ആമേൻ. മാറ്റും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു എന്താണ് ഈ പ്രാർത്ഥനയെന്ന് നമ്മൾ കേട്ടത് ഓർക്കുന്നുണ്ട്. എന്താണ് ഈ പ്രാർത്ഥന? ഉള്ളിലെ സ്ട്രെങ്ത്, ദൈവവുമായുള്ള സംഭാഷണം, ദൈവമായിട്ടുള്ള ബന്ധം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പകരുന്നു, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുന്നു, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്നതാണ് പ്രാർത്ഥന എന്നിവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയുന്നു, നമ്മൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുകയാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ കർത്താവിനോട് പറയണം. ദൈവം അത് ഇഷ്ടപ്പെടുന്നു, ദൈവം അത് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, ബ്രദർ എനിക്ക് വലിയ വിശ്വാസമില്ല. എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോഴും ചില സമയങ്ങളിൽ ഉറപ്പില്ലാത്ത അവസ്ഥ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ബ്രദർ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഉറപ്പില്ല, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഉറപ്പില്ല, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ടോ? ഒരു ഉറപ്പ് ആവശ്യത്തിലില്ലല്ലോ. അതെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു ഉറപ്പുണ്ടാകാറില്ല. പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്, നമ്മൾ അധൈര്യപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്ത ചില അവസ്ഥകളൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, അല്ലേ? അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ സംസാരിക്കാനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മുടെ ഒരു ചിന്താ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് സംശയങ്ങൾ വരും. ചിലപ്പം ഇങ്ങനെ ചിന്തിക്കാം, ബ്രദറെ എനിക്ക് മറ്റുള്ളവർ വിശ്വസിക്കുന്ന പോലെ എനിക്ക് ദൈവം ചെയ്യുമെന്ന് ഉറപ്പ്, പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ സംശയങ്ങൾ വരാറുണ്ട്, എൻ്റെ മനസ്സിൽ ഉറപ്പില്ലായ്മ വരാറുണ്ട്, എൻ്റെ ഉള്ളിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും ഇത് മാറുമോ എന്നൊരു സംശയങ്ങൾ വരാറുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും വരാറുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണുണ്ടോ? ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തോടെയാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചില സമയത്ത് പിശാച് എന്നെ ഭയങ്കരമായിട്ട് പിടിക്കും. ഇന്ന് രാവിലെ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് തരും എന്നിങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നെ ഞാനൊരു 3-4 പേരോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്? ആ ഒരു സമയത്ത് എനിക്ക് വിട്ടു. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ കർത്താവ് തരും, തക്ക സമയത്ത് ദൈവം ഇടപെടും. ആ വിശ്വാസത്തിൽ നിന്ന് ഒരു 10 സെക്കൻഡെങ്കിലും മാറിപ്പോ ഞാൻ. ഓക്കെ. അപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യുമെന്ന് അറിയാം. പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ചിന്തയിൽ ചില ഉറപ്പില്ലായ്മകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത്, കർത്താവേ അത് നിങ്ങളുടെ സംശയമല്ല. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, അതെൻ്റെ സംശയമല്ലെന്ന് പറ. എൻ്റെ സംശയമല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. അത് സംശയമല്ലെങ്കിൽ പിന്നെ എന്തുമായിരിക്കും? അതെൻ്റെ സംശയമല്ലെങ്കിൽ പിന്നെ എന്തുമായിരിക്കും? അത് സംശയമല്ല.
നമ്മൾ ജീവിക്കുന്നത് ആത്മാവിലല്ല, നമ്മൾ ജീവിക്കുന്നത് ജഡത്തിലാണ്. യേശു പറയുന്നുണ്ട്, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. അപ്പോൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉള്ളിൽ സംശയത്തിൻ്റെയും ഒക്കെ വിത്തിടുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻ, കർത്താവെ എനിക്കറിയത്തില്ല, എനിക്കിപ്പം വിശ്വസിക്കാനോ അതിൽ ധൈര്യപ്പെടാനോ ഉറപ്പിലോ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കർത്താവിനോട് പറയണം. കർത്താവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണം. എൻ്റെ കൂടെ പറഞ്ഞ്, കർത്താവ് എന്നെ ഒന്ന് ബലപ്പെടുത്തണം, എന്നെ ഒന്ന് ഉറപ്പിക്കണം, എന്നെ ഒന്ന് ശക്തീകരിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ്. കർത്താവ് എന്നെ ബലപ്പെടുത്താൻ ആമേൻ. നമ്മളത് പറയുന്നത് ഒരിക്കലും കർത്താവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമല്ല. നിങ്ങൾ ചിന്തിക്കുകയോ ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടപ്പെടുവോ? കർത്താവിന് അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാതായി തീരും? ഒരിക്കലുമല്ല. നമ്മൾ എന്താണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾ ഒരിക്കലും മസിൽ പിടിക്കരുത്. നിങ്ങൾക്ക് സംശയം വന്നാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ആ വിഷയത്തിൻ്റെ മേൽ ബ്രദർ എനിക്കൊരു സംശയം, പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആദി കയറി, കർത്താവ് അത് ചെയ്യുമോ എന്ന് എൻ്റെ മനസ്സിലൊരു ഭയം, അത് അത്ഭുതം നടക്കത്തില്ലേ, അങ്ങനെ ഒരു ഇമോഷൻ വന്നാൽ ഉടനെ പറ, കർത്താവ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാരം വരുന്ന കർത്താവ്, പക്ഷെ എന്നെ ഉറപ്പിക്കണം, എന്നെ അതിൽ ബലപ്പെടുത്തണം, എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും. എന്തിനങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുറേ സമയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാരം നമ്മൾ ദുഃഖത്തിലും ഭാരത്തിലും വലിയ സങ്കടത്തിലും ഒക്കെ കൊണ്ട് എത്തിക്കാറില്ല. അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ വിഷയം മറ്റൊരു വിഷയമാണ്, അതിലേക്ക് വന്നിട്ടില്ല. ഉണ്ട്. ആമേൻ, ആമേൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഒരു കാര്യം, നമ്മൾ എന്താണോ നമ്മൾ ആയിരിക്കുന്നത് അതേപോലെ ദൈവസന്നിധിയിൽ നമ്മൾ പെരുമാറണം. പത്രോസ് ലീഗ ആദ്യ സമയത്ത് പറഞ്ഞു, കർത്താവ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്, അങ്ങയ്ക്ക് മരിക്കാൻ വരെ തയ്യാറാന്ന് കർത്താവ് പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവിന് ആഗ്രഹം, കർത്താവിന് വേണ്ടി മാനുഷികമായിട്ട്, അതായത് തൻ്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ, താൻ കർത്താവിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, മാനുഷികമായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അതല്ല കർത്താവിന് ആവശ്യം. പകരം കർത്താവിന് ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ, പത്രോസെ ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്നവനെയാണ്. പത്രോസിൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണത്. പത്രോസിൻ്റെ ഒരു വാളുണ്ട്, ചിലപ്പോൾ അതായിരിക്കും പത്രോസിൻ്റെ ധൈര്യം. നമുക്കറിയാം പത്രോസ് എന്ത് ചെയ്താൽ വാളെടുത്ത് ഒരു പടയാളിയെ വെട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും, കർത്താവിനെ പിടിക്കാൻ വരും അല്ലേ. ചിലപ്പോൾ അത് അരയിൽ ഇരിക്കുന്നതായിരിക്കും പുള്ളിയുടെ ഒരു ധൈര്യം, ആര് വന്നാലും വെട്ടി താഴെ വീഴ്ത്താം എന്നൊരു ധൈര്യം. പക്ഷെ ആള് കൂടുതൽ വന്നപ്പോൾ റോമൻ പടയാളികളും യഹൂദ കൂട്ടവും അവരെല്ലാം കൂടിയപ്പം ആ വാള് പോരാതെ വന്നു, ധൈര്യം മൊത്തം ചോർന്നു പോയി. ദൈവത്തിന് ആവശ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ അകത്തുനിന്നുണ്ടാകുന്ന മാനുഷിക ധൈര്യമോ മാനുഷിക ബലമോ മാനുഷിക ഉറപ്പോ അല്ല, ക്രിസ്തുവിലെ ധൈര്യമാണ്. എൻ്റെ കൂടെ പറഞ്ഞ് ക്രിസ്തുവിലെ ധൈര്യമാണെന്ന് പറ. കർത്താവിൻ്റെ ധൈര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം, അത് ഒരിക്കലും നിങ്ങളുടെ അവിശ്വാസമായിട്ട് ചിന്തിക്കരുത്. നമുക്കൊരു വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളത് ഏറ്റു പറയുന്നുണ്ട്, വചനം വിശ്വസിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ അകത്ത് സംശയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അകത്തൊരു ഒരു ഭയം, അത്ഭുതം നടക്കുമോ, പെട്ടെന്നൊരു ടെൻഷൻ, കർത്താവ് ഇത് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ വരുമ്പോൾ ഉടനെ പറ, കർത്താവ് എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ വരുന്നു, എന്നെ ഒന്ന് ബലപ്പെടുത്തണം. അത് നമ്മുടെ ശരീരമാണ്, ജഡമാണ്, മാനുഷിക ചിന്തയാണ്, മനസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാനൊരു ഉദാഹരണം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. കുറേ കാലം മുമ്പേ, സഹോദരൻ ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, കേട്ടാലും കുഴപ്പമൊന്നുമില്ല. കോട്ടയത്തുള്ളൊരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ. കുറേ നാൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ, കുറേ എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത്, അത്രയും പഴക്കമുണ്ട്, ഒരു വീഡിയോ അദ്ദേഹം കാണാനിടയായി തീർന്നു. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്ത് ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഹോട്ടലുകാർ പറഞ്ഞു പിന്നീട് വിസ കൊടുക്കാൻ കഴിയത്തില്ല, അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം എങ്ങനെയോ അങ്ങനെ രാത്രിയിൽ വിഷമിച്ചിരിക്കുകയാണ്, എല്ലാവരും നാട്ടിൽ പോകേണ്ടി, എന്തോ കേസോ എന്തൊക്കെയോ ഒരു വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിലോ എന്തോ ഈ മെസ്സേജ് വചന സന്ദേശം കാണുന്നത്. പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു വാട്സാപ്പിൽ, എന്നോട് ചോദിച്ചു, ബ്രദറെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കാര്യങ്ങൾ ഇന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു, ആ വ്യക്തിയുടെ മകൻ മുഖാന്തിരം ദൈവം നിങ്ങളെ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കും. ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് തിരിച്ച് നാട്ടിലേക്ക് വരും, പക്ഷെ വീണ്ടും ദൈവം അയക്കുന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് ഇന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല, പുള്ളിക്കറിയാം, പുള്ളി ഇത് കേൾക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹം തിരിച്ച് നാട്ടിൽ കറുകച്ചാലിൽ വന്നു.
വന്നതിന് ശേഷം പറഞ്ഞു, ബ്രദറെ എനിക്കൊരു ബലമുണ്ട്, കർത്താവ് ചെയ്യുമെന്നറിയാം. ഞാൻ മനസ്സിൽ അവരെ ധൈര്യമായിട്ടേക്ക്, ദൈവം എനിക്ക് നിങ്ങളെ പരിചയമില്ല, പക്ഷേ നിങ്ങളുടെ സുഹൃത്തിന് എനിക്ക് പരിചയമില്ല, പക്ഷേ ദൈവാത്മാവ് പറഞ്ഞു ആ വ്യക്തി മുഖാന്തരം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന വലിയ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ വലിയ ബന്ധമൊന്നുമില്ല. എന്നൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഭാരപ്പെട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഒന്നും തോന്നരുത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം ചെയ്യുമെന്നൊരു അകത്തൊരു ഉറപ്പുണ്ട്, പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ സഹോദര ഭാരം, എനിക്ക് ആദ്യം എന്തോ പോലെ തോന്നി, എന്തുകൊണ്ട് ഈ സഹോദരൻ വിശ്വസിക്കുന്നില്ല? കാരണം ഇത്രയും ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ വെറും ഒരു ഫോൺ കോളിൻ്റെ പരിചയമുള്ളൂ. ആ ഫോൺ കോളിൻ്റെ പരിചയത്തിൽ നമ്മുടെ ഇടയിൽ ദൈവം സംസാരിച്ചു, ഇന്ന കാര്യം ഇന്ന വ്യക്തി മുഖാന്തരം ചെയ്യും. അപ്പം ഞാൻ ഓർത്ത്, എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഉറപ്പുണ്ടാകുന്നില്ല? അയാൾക്ക് വിശ്വാസമുണ്ട് ദൈവം ചെയ്യുമെന്ന്, പക്ഷെ ഉറപ്പുണ്ടാകുന്നില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ അകത്ത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആകുലതകൾ വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങളും ഭാരങ്ങളും വരുമ്പോൾ തളർന്നു പോകുന്നത്. നമ്മുടെ ശരീരം, ബൈബിൾ പറയുന്നു, ജഡം ബലഹീനമാണ്. അതിനെപ്പോഴും പ്രൂഫുകൾ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട്, ശരിയാ, അച്ഛനുണ്ട്, ശരിയാ, അവൻ തരുമെന്ന് എന്നെ ഉറപ്പ്. ആ ഉറപ്പാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് ആവശ്യം. നമ്മളും പലപ്പോഴും അങ്ങനെ ലഭിക്കുന്നത്, തെളിവ് എന്നാന്നല്ല ചോദിക്കുന്നത്, എന്താ തെളിവ്? ഈ തെളിവാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം നമുക്ക് തെളിവ് തരത്തില്ല. ചിലപ്പോൾ ദൈവം തെളിവ് തരത്തില്ല, ഞാനത് ചെയ്യാൻ പോകുന്നു എന്നൊരു തെളിവ് തരത്തില്ല. ചിലപ്പോൾ ഒരു ശബ്ദമായിരിക്കും നമുക്ക് തരുന്നത്, ഒരാലോചനയായിരിക്കാം, ഒരു പ്രവചനമായിരിക്കാം ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ പറയണം, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു ഭാരമുണ്ട്, കർത്താവേ എനിക്കത് ക്ലിയർ ചെയ്ത് തരുവാൻ എന്നെ ബലപ്പെടുത്തണം. ആമേൻ. അപ്പോൾ എനിക്കറിയത്തില്ല ഇന്ന് തുടക്കത്തിൽ എന്തുകൊണ്ടാണത് പറയുവാൻ കാരണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ, ദൈവം സകലത്തിലും കാരണമായി തീരുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർത്തോണം, ഭാരങ്ങൾ വരുമ്പോൾ എന്നെ ബലപ്പെടുത്തണം കർത്താവ്. ഒരു നാണക്കേടും വിചാരിക്കാതെ കേട്ടോ. ചിലർ എന്തിക്കും, ബ്രദറെ അങ്ങനെ പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടപ്പെടുമോ? കാര്യം നമ്മൾ വലിയ വിശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് ക്രിസ്തുവിൽ ബലപ്പെടുന്നത്. എൻ്റെ കൂടെ പറ, ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടമെന്ന് പറ. ദൈവത്തിന് ഇഷ്ടം. ആമേൻ. കർത്താവെ എനിക്ക് ഈ സമയത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെടുന്നു കർത്താവെ എന്ന് പറയുന്നത് ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു വാതിലാണ്. അല്ലാതെ ഞാൻ ഇല്ല കർത്താവെ, ഞാൻ സങ്കടപ്പെടത്തില്ല, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഭാരപ്പെടത്തില്ല, ഞാൻ ശക്തിപ്പെടും എന്നിട്ട് നമ്മൾ കരയും. ഒന്നുമില്ല. കർത്താവെ എനിക്ക് ഈ സമയത്തൊരു ബലം ആവശ്യമാണ്, പിടിച്ചു നിൽക്കുവാൻ ഒരു ശക്തി ആവശ്യം, എന്നെ ബലപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണം എന്ന് പറയുമ്പം ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിന് ഒരു വാക്യം വായിക്കാം. കഴിവെങ്കിൽ ഇന്നെനിക്ക് കാണിക്കാൻ പറ്റും തോന്നുന്നില്ല, നിങ്ങൾ ആ കഴിവെങ്കിൽ ആളുകൾ വചന എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 26-ഉം 27-ഉം 28-ഉം 29-ഉം വാക്യമാണ്. വചനം പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സെൻഡ് ചെയ്തോ, ഞാനിവിടെ വായിക്കാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കറിയത്തില്ല ഇന്ന് ഈ വചനം ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ദൈവം ആരോടൊക്കെ ഇടപെടുക. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തോട് കർത്താവ് ഇടപെടുവാന്ന്? ആമേൻ. ഇവിടെ വചനം ശ്രദ്ധിച്ചോണം. ഒരു വാക്യം പറയുകയാണ്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുമോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എത്ര പേർക്ക് കോപമുണ്ട്? ദേഷ്യമുള്ള എത്ര പേരുണ്ട്? ദേഷ്യമുള്ള എത്ര പേരുണ്ട്? ദേഷ്യപ്പെടുന്ന എത്ര പേരുണ്ട്? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറ. കർത്താവ് എനിക്ക് ഇന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മൾ ധൈര്യത്തോടെ പറയണം, കർത്താവിന് നമ്മളെ സഹായിക്കാൻ കഴിയും. നമ്മളവിടെ പോയി മസിൽ പിടിക്കരുത്. പത്രോസ് ശ്ലീഹായുടെ ധൈര്യം ജഡത്തിലെ ധൈര്യമല്ല, മാനുഷിക ധൈര്യമല്ല ദൈവത്തിന് ആവശ്യം, ക്രിസ്തുവിലെ ധൈര്യമാണ്. വാളെടുക്കുന്നവൻ വാളാലെന്ന് യേശു പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ വാളാ നിന്റെ ധൈര്യം, ഇതല്ല എനിക്ക് വേണ്ടത്, എന്നിൽ നീ ബലപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിലായിരിക്കണം നമ്മുടെ ബലം. ആമേൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പം ചിന്തിക്കും, ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം, ബ്രദർ അല്ലേ പറഞ്ഞത് പിശാച് നമ്മളെ തൊടത്തില്ലെന്ന്? ബ്രദർ അല്ലേ പറഞ്ഞത് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് ബൈബിളിൽ ഉണ്ടെന്ന്? പിന്നെ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പിശാചിന് ഇടം എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾക്കത് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? എന്താ അത് വായിച്ചിട്ട് മനസ്സിലായത്?
നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? മറ്റുള്ളവരുടെ പിശാ കോപം വെച്ച് പുലർത്തിയാൽ പിശാച് നമ്മളെ പ്രവർത്തിച്ചു. അതായത് ഇവിടെ ശ്രദ്ധിച്ചോണം, പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്കൊരു കസേര ഇട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇരിക്കാനിടയില്ലാതെ നടക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരിക, ഞാൻ വല്ലാതെ നടന്ന് ക്ഷീണിച്ചു വരിക, നിങ്ങൾ എനിക്ക് എന്ത് തരും? കസേര ഇട്ട് തരുമോ ഇല്ലയോ? പറ. തരും. 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 പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ കയറാൻ കഴിയത്തില്ല. യേശു ജീവിക്കുന്നിടത്തോളം കാലം പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിശാചിനെ വിളിച്ചു കയറ്റുവാൻ കഴിയും. പിശാചിനെ വിളിച്ചു കയറ്റുന്ന ഒരു മാർഗമാണ് കോപം. അപ്പോൾ പറയും, ബ്രദറെ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ മൊത്തവും കോപമല്ലേ? കോപം എന്നുള്ളത് ശ്രദ്ധിച്ചോണം. നമുക്ക് ദേഷ്യം വരും, നമുക്ക് സങ്കടം വരും, നമുക്ക് സന്തോഷം വരും, നമുക്ക് എല്ലാ ഇമോഷനും വരുന്ന മനുഷ്യനാണ്. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ, ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾ ചിലപ്പം കുറ്റക്കാരനല്ലെങ്കിൽ പോലും, ഇനി നിങ്ങളാണ് കുറ്റക്കാരനെങ്കിലും ബൈബിൾ പറയുന്നു സൂര്യൻ അസ്തമിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ അർത്ഥം നാളെ മുതൽ ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോൾ അത് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ പരിപാടിയല്ല. നമുക്ക് അബദ്ധവശാൽ ഒരു ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ വാവിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നീ അയാളുടെ കാരണമാണെങ്കിലും എന്നോട് ക്ഷമിക്കണം. എൻ്റെ കൂടെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം എന്നാണ്? അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഒരു വചനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്ര വേണ്ടത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും പറയരുത്. 30-ാം വാക്യത്തിലാണ് ആ ഉത്തരവിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ യേശു വചനം പറയുകയാണ്, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. പിശാച് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ കയറാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ മുദ്ര. നിങ്ങളൊരു കസേര ഇട്ട് കൊടുക്കാൻ വേണ്ടി പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ പെട്ടെന്ന് വിഷയങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക്, എല്ലാ ദിവസവും വഴക്കാണ്. അങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ പ്രാർത്ഥന, കർത്താവ് എൻ്റെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന എല്ലാ കലഹത്തെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇനി അബദ്ധവശാൽ ദേഷ്യത്തിൽ, ഞാൻ വീണ്ടും പറയുന്നത് ഇത് ലൈസൻസ് അല്ല കേട്ടോ, നാളെ മുതൽ എന്തും വിളിച്ചു പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ക്ഷമ പറഞ്ഞാൽ മതി എന്നൊരു, എനിക്കറിയാവുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, സഹോദരിയല്ല ഒരു അമ്മാമയാണ്. വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയും. എന്നിട്ട് രാത്രി വന്നിട്ടൊരു ഒറ്റ വീഴ്ച, കർത്താവേ നീ എന്നോട് ക്ഷമിക്കുമല്ലോ. ഇതിനു വേണ്ടിയല്ല, പകരം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്ക് ഇന്ന് ഈ വചനം ശരിക്കും പറഞ്ഞാൽ പറയണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നു ചിലരുടെ അനുഗ്രഹത്തിനു വേണ്ടി ഇത് പറയുന്നത്. ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പക ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കത്തില്ല. ആരോടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇനിയിപ്പോൾ നേരിട്ട് പറയാൻ, ബ്രദർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇപ്പോൾ പറ, കർത്താവ് ഞാൻ ആ വ്യക്തിയോട് ചെയ്തത്, ഇനി ആ വ്യക്തി എന്നോട് ചെയ്തതായിക്കോട്ടെ, ഞാൻ ക്ഷമിക്കുന്നു, ഞാനത് ക്ഷമിക്കുന്നു, ആ വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, അനുഗ്രഹം വേണോ ശാപം വേണോ? നിങ്ങൾ പറ. ആമേൻ. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയോടുള്ള വൈരാഗ്യം നമ്മുടെ മനസ്സിലിരിക്കുമ്പം ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇതാ കുഴപ്പം. ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കസേര ഇട്ട് ഒരാളെ കൊടുത്തിട്ടുണ്ട്, അവിടെ പിശാച് കയറിയതല്ല, നിങ്ങൾ ഇടം കൊടുത്തതാ. ആ വ്യക്തി ഇറക്കി വിടണം നിങ്ങൾ, ദൈവമല്ല ഇറക്കി വിടേണ്ടത്, നിങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പറയണം, എനിക്ക് അബദ്ധവശാൽ ഇനി ഞാൻ മനഃപൂർവ്വം പറ്റിപ്പോയ തെറ്റാ, എന്നോട് ക്ഷമിക്കണം, കാര്യം എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്ന് പറ. എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം. ആമേൻ. അപ്പം നമുക്കായിരിക്കണം വാശി. അപ്പം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ എന്തെങ്കിലും, ബ്രദറെ എപ്പോഴും ഇങ്ങനെ ക്ഷമിച്ചും പുറത്തും ഒക്കെ ജീവിക്കാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ച് അനേകർക്ക് അസൂയ തോന്നുമാറ് ജീവിക്കണമെന്നാണോ ആഗ്രഹം? നിങ്ങളുടെ ആഗ്രഹം എന്തുവാ? അനേകർക്ക് അസൂയ തോന്നുമാറ് ജീവിക്കണമെന്നാണോ ആഗ്രഹം?
അതെ. ആമേൻ. ആമേൻ. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ തലമുറകളെ കാണുമ്പോൾ, നിങ്ങളുടെ കുടുംബജീവിതം കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ അയ്യോ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് അവർ അസൂയ. ഇപ്പം എന്താണ് അസൂയ എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾക്കൊരിക്കലും അസൂയപ്പെടേണ്ട കാര്യം, നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവർ ലോകത്തിലില്ല. നമ്മളാ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരു അസൂയ തോന്നാറുണ്ടോ? ഇല്ല. ഒരു കളക്ടറെ കണ്ടാൽ, ഒരു IPS IAS ഉദ്യോഗസ്ഥനെ കണ്ടാൽ നമുക്ക് അസൂയ തോന്നാറില്ല. നമ്മൾ പറയും കഷ്ടപ്പെട്ട് എന്ത് ചെയ്താ ഒരു പഠിച്ച് ഡോക്ടറായതാ, കഷ്ടപ്പെട്ട് പഠിച്ച് IAS കിട്ടിയതാ, കഷ്ടപ്പെട്ട് പഠിച്ച് IPS ആയതാ. അപ്പോൾ അവരോട് ആർക്കും അസൂയയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു വ്യക്തിക്ക് ഒരു ലോട്ടറി അടിച്ചു. അയാൾ വലിയ വീടൊക്കെ വെച്ചു, അയാൾ വലിയ വീട് വെച്ചു, കാറ് മേടിച്ചു, ഭയങ്കര ലൈഫ് സ്റ്റൈൽ മാറുന്നു. അതുവരെ ഒന്നുമില്ലാതെ നടന്ന മനുഷ്യനാ. അപ്പോൾ നാട്ടുകാരൊക്കെ എന്നാ പറയും? പണ്ടൊക്കെ അവൻ ഒന്നുമല്ലായിരുന്നു, ഇപ്പോൾ വലിയ ആളായെന്ന് പറയും. ഇല്ലാത്ത കുറ്റമൊന്നും പുള്ളിക്ക് കാണത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് അസൂയയാണ്. ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് കിട്ടാത്ത വലിയ വലിയ നന്മകൾ കിട്ടിയപ്പോൾ അസൂയ തോന്നാൻ തുടങ്ങി. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ കുടുംബത്തിലോ, നിങ്ങളുടെ നാട്ടിലോ, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ജോലി സ്ഥലത്തോ, നിങ്ങളുടെ ഒരു സ്ഥലത്തും ഒരുത്ത വ്യക്തി പോലും അനുഗ്രഹിക്കാത്ത രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആരാണ് ആമേൻ പറഞ്ഞതിനെ സീൽ ചെയ്യുന്നത്? ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളെ അസൂയ തോന്നുമാറ് ഇന്ന് ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എനിക്ക് ആദ്യമൊക്കെ അറിയത്തില്ല. ഞാനിങ്ങനെ ആദ്യ സമയങ്ങളിൽ അവരോടും ഇവരോടും എല്ലാം കുത്തിയും പിടിച്ച് ഇവരെല്ലാം പറയുന്നു, എന്നാലും എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, എന്നെപ്പറ്റി ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. പല ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, അപവാദങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി കൊടുക്കാൻ നടക്കും. എനിക്ക് പിന്നെ മനസ്സിലായി ഇത് തന്ത്രമാണ്. എങ്ങനെയെങ്കിലും പിശാചൻ എൻ്റെ വീട്ടിൽ കസേര ഇട്ടിരിക്കണം. കാര്യം ഞാൻ അവനോട് ഫൈറ്റ് ചെയ്ത് വൈരാഗ്യം അകത്ത് കയറി, പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായി, എൻ്റെ പിന്നെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവനെ എങ്ങനെയെങ്കിലും തകർക്കണം. മനസ്സിലാവുന്നുണ്ടോ? കോപം അകത്ത് കയറ്റി, നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം കയറ്റി പിശാച് അകത്തോട്ട് കയറാൻ നോക്കുക. നിങ്ങളാണെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. എനിക്ക് പരിശുദ്ധാത്മാവ് മതി. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എനിക്ക് പരിശുദ്ധാത്മാവ് മതി എന്ന് പറ. പരിശുദ്ധാത്മാവ് മതി. ആമേൻ. എനിക്ക് പരിശുദ്ധാത്മാവ് മതി. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ആരോടെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഇനി ആ വ്യക്തിയോട് നേരിട്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലായിരിക്കാം. ചിലപ്പം നമ്മൾ പറയാൻ ചെന്ന പുള്ളി ചിലപ്പോൾ നമ്മളെ തല്ലി ഓടിക്കുമായിരിക്കാം. പക്ഷെ കർത്താവേ എന്നോട് ക്ഷമിക്കണം. ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം മൈൻഡിൽ. കർത്താവേ എനിക്ക് അനുഗ്രഹം വേണം. നമ്മുടെ ലക്ഷ്യം അങ്ങോട്ട് ചിന്തിച്ചേ, നമ്മുടെ ലക്ഷ്യം അങ്ങോട്ടൊന്ന് വെച്ച്, എനിക്ക് ഉയരണം, എനിക്ക് എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകണം, എന്നെ അനേകർക്ക് നടുവിൽ അവർക്ക് അസൂയ തോന്നുമാർ എൻ്റെ ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ മാനിക്കും എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ കർത്താവെ എന്നെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ? പിന്നെ നിങ്ങളുടെ ഒരു പെരക്കകത്തും ഒരു പിശാചിനും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് അവിടെ ആക്റ്റീവ് ആകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അതെന്താ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു എന്ന് ഇവിടെ പറയാൻ കാരണം എന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? പരിശുദ്ധാത്മാവിനെ അവിടെ ദുഃഖിപ്പിക്കുക എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? നമ്മളൊരു വ്യക്തിയോട് കോപിക്കുമ്പം, വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നമ്മളൊരു വൈരാഗ്യം വെക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് കോപം, ദേഷ്യം, അതാണ് പരിശുദ്ധാത്മാവിനൊരു സ്വഭാവമുണ്ട്. വചനം പറയുന്നു, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളാണ്. പരിശുദ്ധാത്മാവിന് നമ്മളിപ്പോൾ ഒരാളോട് വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അനുഗ്രഹം ഉണ്ടാകത്തില്ല.
അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് ഒരുവനെ സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞു, 7 അല്ല 70 വട്ടം നീ എന്ത് ചെയ്യണം? എൻ്റെ നീ പറഞ്ഞ് മടുക്കണം, ക്ഷമ പറഞ്ഞ് എന്ത് ചെയ്യണം? നീ മടുക്കണം. പത്രോസ് ലീഗ് വെറുതെ കർത്താവ് വന്നിട്ട് പറയും, മിടുക്ക, നീ അവനോട് മൂടാന്ന് വിളിച്ചു, നീ 2 വാക്കും കൂടെ പറയാനല്ല അതിൻ്റെ അർത്ഥം. കർത്താവ് പ്രോത്സാഹിപ്പിച്ചില്ല, പകരം കർത്താവ് പറയുകയാണ്, നീ അവനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. കാരണം നിനക്ക് അനുഗ്രഹം വേണം. എൻ്റെ കൂടെ പറഞ്ഞു, എനിക്ക് അനുഗ്രഹം വേണമെന്ന് പറ, എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്ന് പറ, എനിക്ക് എനിക്ക് അത്ഭുതമാകണമെന്ന് പറ. അനുഗ്രഹം വേണം, എനിക്ക് അനുഗ്രഹം എനിക്ക് പ്രാപിക്കണം. അത്ഭുതമാകണം, എനിക്ക് എനിക്ക് അനുഗ്രഹം അനുഗ്രഹം സാധിക്കണം. വേണം. ആമേൻ. ഓ യേശുവേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആരോടെങ്കിലും ഒരു ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതാ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സം. എനിക്കറിയത്തില്ല, ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വചനം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് പ്രസംഗിക്കണം യേശുവിൻ്റെ നാമത്തിൽ. രാജി എന്ന് പറയുന്ന ഒരു സഹോദരിയോട് കർത്താവ് ഇങ്ങനെ പറയുക, ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. മനസ്സ് വേദനിച്ചിരിക്കുക രാജി. എനിക്കറിയത്തില്ല രാജി ആരാന്ന് എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, രാജി നീ മനസ്സ് വേദനിച്ചിരിക്കുക. അവരോടല്ല, പിശാച് അവരെ നിനക്കെതിരെ തിരിച്ചതാ. അവരെ ഒന്ന് അനുഗ്രഹിച്ചേ. ഞാൻ ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്യുന്നു, ഞാൻ ആ ബിന്ദുവിനെ ഒന്ന് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ തടയപ്പെട്ട് കടന്ന മുഴുവൻ നന്മകളെ, കസേര വെച്ച് ഇരിക്കുന്ന സകല പിശാചിനെയും ഇന്ന് പരിശുദ്ധാത്മാവ് ഓടിക്കാൻ പോവുക. ആമേൻ. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോ. യേശുവിൻ്റെ നാമത്തിൽ ഒരു മടിയോ ഒരു നാണക്കോടോ വിചാരിക്കരുത്. കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. അപ്പോൾ തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നു, വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു, കോപം നമ്മുടെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത് കോപിച്ചാൽ. അപ്പോൾ കോപിക്കരുതെന്നല്ല, കോപിച്ചാൽ നമുക്കൊരു ദേഷ്യം വന്നാൽ, മനുഷ്യനാണ് നമ്മൾ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും നിങ്ങൾക്ക് പറ്റുമോ? എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ഞാൻ നിങ്ങളോട് എപ്പോഴും ഇല്ല. പറഞ്ഞു, നിങ്ങൾ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, കർത്താവ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന കർത്താവ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സംസാരിക്കേ, ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. കർത്താവ് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഉറപ്പില്ലായ്മ വരിക. എന്നെ സഹായിക്കണം, എന്നെ ബലപ്പെടുത്തണം. ദൈവം ബലപ്പെടുത്തും. എൻ്റെ ദൈവം എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംശയിക്കുക, കർത്താവെ റെഡിയാകുമോ? അങ്ങനെ പറ, കർത്താവെ എന്നെ ബലപ്പെടുത്തണം. നമ്മൾ അങ്ങനെ ദൈവത്തോട് പറയുമ്പം പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രാർത്ഥനയിൽ ബീന എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ബീന, കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു മകള് ബീനയ്ക്കുണ്ട്. ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ ബീനയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. സൂമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എനിക്കറിയത്തില്ല. ബീനയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആ കുടുംബത്തിൽ ചെന്ന് പറയണം, ദൈവം ഈ മാസം തീരുന്നതിൻ്റെ അകത്ത് കർത്താവ് ഒരു അടയാളത്തോടു കൂടെ തകർന്ന അവസ്ഥകളെ പണിയപ്പെടാൻ വേണ്ടി പോവുക. അതിന് കർത്താവ് ഒരു അടയാളം എന്നോട് പറയുന്നു, ആ പണി തീരാത്ത വീടിനെ ദൈവം പൂർത്തീകരിക്കാൻ പോവുക. ആമേൻ. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ അത് ചാടിപ്പിടിച്ചോണം. ആമേൻ. പലരും ഫേസ്ബുക്കിൽ ലിങ്ക് ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇന്ന് എനിക്ക് ലിങ്ക് ഇടാൻ പറ്റിയില്ല. നിങ്ങൾ തൊട്ടടുത്ത് ഒന്ന് ജസ്റ്റ് പുറകോട്ട് മാറി നമ്മുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്കത് കയറാൻ പറ്റും. വേഗത്തിൽ തന്നെ നിങ്ങൾ കയറുക. കർത്താവ് നമ്മളെ സഹായിക്കുക. അപ്പോൾ എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായി ഈ വചനം? എൻ്റെ അനുഗ്രഹം നമ്മളെപ്പോഴും ഓർത്തോണം, എൻ്റെ അനുഗ്രഹം മനുഷ്യൻ്റെ മുഖാന്തരം. അപ്പം നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണമില്ലാതെ ആൾക്കാർ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്ന അവസ്ഥ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഒരു കാരണവുമില്ല. അങ്ങനെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അവിടെ അങ്ങോട്ട് ചാടി വീണിട്ട്, നീ എന്നാലും എന്നോട് അത് പറയാറായോ എന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടോ? ദേഷ്യപ്പെട്ട് ആ വിഷയത്തെ കയറി പിടിച്ച്. ഒരു സെക്കൻഡ്, ഫേസ്ബുക്കിലുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ അവരോട് കയറി മല്ല് പിടിക്കാൻ പോയ ആരെങ്കിലും ഉണ്ടോ? ആമേനല്ല, നിങ്ങൾ ഉണ്ടോ? ആമേൻ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരു കാരണമില്ലാതെ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയും നമുക്കെതിരെ വെറുതെ വഴക്കുണ്ടാക്കാൻ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മളെ വലിച്ച വിഷയത്തിൽ കൊണ്ടിടുക എന്നതാ ലക്ഷ്യം.
എന്തിനാണെന്നറിയാവോ? പുള്ളിക്കാരനകത്തോട്ട് കയറണം. പിശാചിന് എത്ര നോക്കിയിട്ടും പിശാചിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. കാര്യം പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുക. അപ്പോഴാണ് നിങ്ങളൊരു കസേര ഇട്ട് കൊടുത്തത്, എന്നാലും നീ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, നീ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലായി ഇത് തന്ത്രവാ പിശാച്, എനിക്കറിയാം. അറിയാതെ ഞാൻ ദേഷ്യപ്പെട്ടു പോയി. പക്ഷേ അന്ന് തന്നെ അയാളെ വിളിച്ചിട്ട് പറ, സഹോദര, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞോട്ടെ നമ്മളോട്, ചിലപ്പോൾ ചീത്ത പറഞ്ഞോട്ടെ, എന്നോട് ക്ഷമിക്ക്. നീ അല്ലല്ലോ എങ്ങനെ, ഓക്കെ, അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. എന്നിട്ട് മനസ്സിനോട് പറയണം, എനിക്ക് എൻ്റെ അനുഗ്രഹം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖിപ്പിക്കാൻ മനസ്സില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? അവിടെ ആ വ്യക്തി ചിലപ്പം നാളെ നിങ്ങളെ ചീത്ത പറഞ്ഞേക്കാം, പക്ഷെ ആ വ്യക്തിയെ പോലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കും. പിശാച് ആ വ്യക്തിനെ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാൻ നോക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ ഒന്ന് പറഞ്ഞോണം, എനിക്കെതിരെ ഇന്നൊന്ന് അനുഗ്രഹിച്ച്, നിങ്ങളെ വഴക്ക് പറഞ്ഞവർ, ചീത്ത പറഞ്ഞവർ, അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവർ തന്നെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറാൻ പോവുക. അയ്യോ ബ്രദർ, അതെങ്ങനെയാണ്? കണ്ടോണം യേശുവിൻ്റെ നാമത്തിൽ അത് അനുഭവിക്കാൻ പോവുക. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ചേ. യേശുവേ, ഞങ്ങളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവാം. യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യത്യസ്തമായൊരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ബെറ്റി എന്ന് പറഞ്ഞൊരു ബെറ്റി എന്നൊരു പേരാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ സൂമിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാലുണ്ട്. ബെറ്റി എന്നൊരു പേരാണ് ഞാൻ കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ വേഗത്തിൽ നിങ്ങളൊന്നിട്ടാണ് അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഞാൻ ബെറ്റി അങ്ങനെ കേൾക്കുന്നത്. കർത്താവ് ഇന്ന് സ്പർശിക്കുക. ആ വ്യക്തി മുഖാന്തരം ദൈവം ചില കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോവാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവ് ഇന്ന് അങ്ങയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ അനുഗ്രഹത്തെ അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ദൈവപ്രവൃത്തിക്ക് അതൊരു തടസ്സം നിങ്ങളായിട്ട് തന്നെ വെക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ദൈവത്തിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. ദൈവപ്രവൃത്തി ആർക്കും തടയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കസേര കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് വിളിച്ച് കയറ്റാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഞാൻ ഇന്ന് ക്ഷമിക്കുന്നു. ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം, അയാളുടെ തെറ്റായിരിക്കാം. പക്ഷേ അയാളെ കൊണ്ട് എനിക്കെതിരെ പറയിപ്പിക്കാൻ നോക്കി, എൻ്റെ വീട്ടിൽ കയറാൻ നോക്കിയ സകല പിശാചിനെയും ഞാൻ വെട്ടി മാറ്റുന്നു. ഇനി വ്യക്തിപരമായിട്ട് ബ്രദർ, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലൊന്ന് പറ, കർത്താവ്, ഞാൻ ആ വ്യക്തിയോട് ഇന്ന തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അത്ഭുത സൗഖ്യങ്ങൾ വരെ നടക്കും. അത്ഭുതകരമായ വഴിത്തിരിവുകൾ തന്നെ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ അത്ഭുതം ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ആധാരവുമായി ബന്ധപ്പെട്ട് ഒരു അദാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിനോട് പറയുന്നു, അത് അദാലത്ത് നടക്കാൻ സാധ്യതയില്ല. പക്ഷെ കർത്താവിനോട് പറയുന്നു, ആ അദാലത്ത് കൂടാതെ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. അദാലത്തല്ല അത്ഭുതം. നിങ്ങൾ അദാലത്തിൻ്റെ പുറകെ നടക്കുക. എനിക്കറിയത്തില്ല ആരോടാന്ന്, എനിക്കറിയത്തില്ല ആരാന്ന് വെച്ചത് ചാടി പിടിച്ചോണം. അദാലത്തിൻ്റെ പുറകെ പോകണ്ട, പകരം കർത്താവിൻ്റെ പുറകെ പോ. കർത്താവ് അത് നിങ്ങൾക്ക് എടുത്തു തരും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ഞങ്ങൾക്ക് അത്ഭുതം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളതിനെ സ്വീകരിക്കുന്നു, ഞങ്ങളതിനെ ഏറ്റെടുക്കുന്നു. കർത്താവ് അത് ചെയ്തതിന് നന്ദി. ഈ കർത്താവ് ഞങ്ങളെ തൊട്ടതിന് മുഴുവൻ പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ ഭാരങ്ങളിൽ നിൽക്കുന്നവരുണ്ട്, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇത് ഞങ്ങളിന്ന് കേട്ടത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിനെയാണ്. ഇപ്പോൾ ഞങ്ങളിത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു വയലറ്റ് കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ആരെങ്കിലും ഉണ്ടോ? വയലറ്റ് കളറിലെ ഒരു ഡ്രസ്സാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ കുടുംബത്തെയും കർത്താവ് എന്ന് സ്പർശിക്കുന്നു. വയലറ്റ് കളറിലെ ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആരെന്ന് വെച്ച് ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ
സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയും. ബ്രദർ. ആരാത്? ഞാനാ ജോസ്. ജോസ് ഞാൻ ബ്രദർ അല്ല, ജനിച്ചത് യേശുവിന് വയലറ്റ് കളറല്ല. ജോസ് ബ്രദർ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? ഞാൻ ജോലി സ്ഥലത്താണ്. ജോലി സ്ഥലത്ത് എവിടെയാ സ്ഥലം? യു എസിലല്ലേ? US അല്ല. യു എസില. ജോസ് ബ്രദർ യു എസിലായിരിക്കുന്നത്. നമുക്കറിയാം, ഞാനിരിക്കുന്ന വേറെ സ്ഥലത്താണ്. ജോസ് ബ്രദർ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണാൻ പറ്റുന്നില്ല, പക്ഷെ കർത്താവ് കാണുന്നുണ്ട്. വയലറ്റ് കളറിലെ കർത്താവിന് വയലറ്റ് കളറിലെ വസ്ത്രം ധരിച്ച യേശുവിൻ്റെ നാമത്തിൽ, ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരേ സെയിം വേർഡ് വരുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവ് എന്നെ കാണുന്ന ഒരു കാഴ്ച, യേശുവിൻ്റെ നാമത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ അകത്തൊരു തളർച്ചയുടെ അനുഭവം, വല്ലാത്തൊരു ക്ഷീണം, തളർച്ച, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയൊരു സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കുക. ഒരു ബലം ഈ ദിവസങ്ങളിൽ, ഒരു ഭയങ്കരമാകുന്നൊരു ബലം കർത്താവ് തരാൻ പോവുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ സർ. ആമേൻ. ആമേൻ 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 ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ആലോചനകളെയൊക്കെ ആമേൻ ആമേൻ. ആലോചനകളൊക്കെയും ചാടി പിടിച്ചോണം. ഓക്കെ, ഈ ബെനിറ്റ് ജോസഫ് എന്നുള്ളത് ആള് എന്നെ കേൾക്കുന്നുണ്ടോ? ബെനിറ്റ് കേൾക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ആ പേര് ക്ലിയർ ആകത്തോണ്ട് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന തന്നെ ഉള്ള ആളാണ് ഇപ്പൊ ഞാൻ കണ്ടത്. ഞാൻ അങ്ങനത്തെ ഒരു പെറ്റി അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ കണ്ടത്. എനിക്ക് ആ ക്ലിയർ ആകാത്തതുകൊണ്ട്, എനിക്ക് ആ സ്പെല്ലിംഗ് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ബ്ലസ് ചെയ്ത് പേരെങ്ങനെ ബെൻ. ഓക്കെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ കൃപാപ്രിയം അങ്ങൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിനോട് പറയുന്നു, അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവുക. അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഡോക്യുമെൻറ്റ്സുകൾ, ഒരു ഫയലിൽ നിന്നും ഡോക്യുമെൻറ്റ്സുകൾ പുറത്തെടുത്ത് അത് നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തോ യേശുവിൻ്റെ നാമത്തിൽ, ഏറ്റെടുത്തോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആ സർട്ടിഫിക്കറ്റിനകത്ത് കാണുന്ന ഒരു കാഴ്ച, സി എന്നൊരക്ഷരം വലുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണുക. സി എന്നൊരു ലെറ്ററിൽ ആരംഭിക്കുന്ന ഒരു പേപ്പറിൻ്റെ അകത്ത് ഒരു സർട്ടിഫിക്കറ്റിൽ സി എന്നൊരു വലുതായിട്ട് എഴുതി വെച്ചിരിക്കുക. സിയിൽ ആരംഭിക്കുന്ന എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഐ റിലീസ് ദ അനോയിൻറ്റിങ്, ഐ റിലീസ് ദ ബ്ലെസ്സിങ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ നന്മകൾ ഉണ്ടാകട്ടെ. ഐ റിലീസ് ദ അനോയിൻറ്റിങ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നത്, ഞാൻ 7 ഒരു സംഖ്യ കണ്ടുകൊണ്ടിരിക്കുക. 7 സംഖ്യ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിനോട് പറഞ്ഞ് 7 സംഖ്യ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവ് ഇന്ന് ആ ഒരു സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രത്യേകത നിങ്ങളുടെ ലൈഫിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, കർത്താവിൻ്റെ വലിയ അത്ഭുതം പ്രിയമാവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 ആമേൻ ആമേൻ ആമേൻ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാർക്കെങ്കിലും നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകും. പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യങ്ങളോ ആലോചനകളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാണ്ട് അതിനുള്ള സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ എൻ്റെ വിഷയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷേകത്തിൻ്റെ അകത്തുനിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയം അവിടെ തകർന്ന് മാറിപ്പോയിട്ടുണ്ട്. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞു ഹലോ കേക്കാവോ? പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ. ഏത് രണ്ടുപേരും മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഹസ്ബൻഡിന്റെ ഹെൽത്ത് പ്രോബ്ലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. ഹെൽത്ത് ടെസ്റ്റ് ഇച്ചിരി വറിയിങ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് കണ്ടു. ഉടനെ തന്നെ ഞാൻ പാസ്റ്ററിനെ വിളിച്ച് പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു. പാസ്റ്ററും വാട്സാപ്പിൽ കൂടെ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ബൈ ഗോഡ്സ് ഗ്രേസ് നോർമൽ റിപ്പോർട്ടായി വന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് സൗഖ്യമാക്കിയാണ്. കഴിഞ്ഞ ദിവസം എന്നെ UK കോൺടാക്ട് ചെയ്ത സൗകര്യമാണോ? അതെ.
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ സാക്ഷ്യം പറയണമെന്ന്. എല്ലാവരും ആ അതെ. സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ഹാർട്ട് സംബന്ധമായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആദ്യത്തിൽ ഇച്ചിരി പ്രോബ്ലം കാണിച്ചിരുന്നു. സംബന്ധമായിട്ടല്ല, ഹെൽത്ത് സോറി, ബ്ലഡില് ഹെൽത്ത്, സോറി, ഹെൽത്ത്, ബ്ലഡ് സംബന്ധമായിട്ട്. സോറി, ഞാൻ കേട്ടത് കുഴപ്പം. കർത്താവ് ഇന്ന് അതിൻ്റെ അകത്തൊരു സൗഖ്യത്തെ കൊടുത്തു, ഒരു അത്ഭുതത്തെ ദൈവം കൊടുത്തു. അത് യേശുവിൻ്റെ നാമത്തിൽ ഒരു ദിവ്യ ആരോഗ്യം നിറയട്ടെ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്ക് മാവൊക്കെ കഴിക്കണം, പാത്രം കഴുകണം, ഒന്നും കഴിഞ്ഞിട്ടില്ല. മാവ് കഴിക്കണം, പാത്രം കഴുകണം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ വാക്കുകൾ പറയാൻ വരരുത്. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, ഞാൻ ആൻമരിയാണ്. പറഞ്ഞു. ഞാനാണേലും എനിക്ക് വൈകുന്നേരം തൊട്ട് ഈ ഷോൾഡറിൽ പെയിൻ ആയിട്ട് എനിക്ക് കൈയൊന്നും പൊക്കാൻ മേലായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ച് യേശുവിന്റെ തിരുമുറിനാൽ എനിക്ക് സൗഖ്യം നൽകി. എനിക്ക് കൈയൊന്നും പൊക്കാൻ മേലായിരുന്നു. എനിക്ക് കൈ പൊക്കാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞ് ആമേൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കൈ പൊക്കാൻ നോക്കിയപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ കൈ പൊക്കാൻ പറ്റി. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം തന്നിട്ട് കർത്താവ് പോയാൽ മതിയെന്ന്. അതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ചു. അതിനോർത്ത് നന്ദി. ആമേൻ. ആമേൻ, ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് പ്രിയമകളുടെ വിശ്വാസത്തെ ദൈവം ഉറപ്പിച്ചല്ലോ. പൂർണ്ണ സൗഖ്യം പറഞ്ഞതുപോലെ തന്നെ കരത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തതിന് നന്ദി, സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് സാക്ഷ്യമല്ല, നമ്മളെല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ എന്നും വചനം തരുന്ന നിഖിൽ ബ്രദറിന് വേണ്ടിയിട്ട് നമ്മുടെ സൂ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാവരും നിഖിൽ ബ്രദറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം പ്രവചനവരം കിട്ടാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ധാരാളമായിട്ട് ഉണ്ടാകാനായിട്ട് എല്ലാവരും നിഖിൽ ബ്രദറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് എനിക്കൊരു ഒറ്റൊരു അപേക്ഷയുണ്ട്. എല്ലാവരോടും എനിക്കത് പറയാനുണ്ട്. തീർച്ചയായിട്ടും ജോസ് ബ്രദർ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും പ്രാർത്ഥിക്കുക. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാൻ ദുബായിൽ നിന്നാണ്. ഞാൻ നാളെ വിളിച്ച് യൂട്യൂബ് വഴി കണ്ടതാന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചായിരുന്നല്ലോ. എനിക്കൊന്ന് പേഴ്സണലി ഒന്ന് സംസാരിക്കണമായിരുന്നു. അത് വളരെ അത്യാവശ്യമായിരുന്നല്ലോ ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ വാട്സാപ്പിൽ സമയം അറിയിക്കാവേ. ഓക്കെ. എനിക്ക് 2 ദിവസത്തിനകം വളരെ അത്യാവശ്യം, അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് കേട്ടോ. കുഴപ്പമില്ല സിസ്റ്റർ. ഞാൻ പറഞ്ഞു ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, ഞാൻ ഇന്ന് തന്നെ സമയം അയക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണേ. ഓക്കെ, യെസ്. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ. പറഞ്ഞു. ഹലോ. പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹലോ ബ്രദറെ, ഞാൻ ഇന്നലെ എനിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ചുമയും അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്റെ അസുഖം മാറിയെന്ന് പറഞ്ഞിരുന്നു. ജോസെവർ എന്നാണ് എൻ്റെ പേര് ഫോണിൽ വരുന്നത്. എൻ്റെ പേര് ബ്രിജിറ്റ് എന്നാണ്. അപ്പൊ എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ മകന്റെ പേര് അലക്സ് എന്നാ. അല്ല, ബ്രദറെ കേൾക്കുന്നുണ്ടോ? ഞാൻ സൗരി അത് ഞാൻ മറ്റേ ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞാണേ. ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴായിരുന്നേ. അപ്പൊ ഞാൻ അലക്സ് കേട്ടത് കൊണ്ട് എങ്കിലും ഏറ്റെടുത്തു. ഏറ്റെടുത്തു. കർത്താവ് ആ അലക്സിനും ഈ ഒരു ആലോചന ഞാൻ എടുക്കുന്ന ഒരു മാറ്റത്തെ കർത്താവ് ഏറ്റെടുത്തു. നമ്മൾ കേൾക്കുന്നത് ഏറ്റെടുത്തു. ആ സഹോദരന് വേണ്ടിയാണ് കർത്താവ് സംസാരിച്ചെങ്കിലും ഏറ്റെടുത്തോണം. കർത്താവ് ആ സഹോദരനെയും സ്പർശിക്കും. ആ സഹോദരൻ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ മകനാ. പക്ഷെ അവനൊരു വലിയ പ്രശ്നത്തിൽ കൂടെ, അവനല്ല, അവന്റെ ഫാദർ ഒരുപാട് കടം വരുത്തി വെച്ചു ഈ റിയൽ എസ്റ്റേറ്റ് വെച്ചിട്ട്. ഇപ്പൊ ഈ മകൻ, ഇവന്റെ കല്യാണവും നടക്കുന്നില്ല. ഇവന്റെ കയ്യിലായി ഡോക്യുമെന്റ്സ് മുഴുവനും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അവനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവന്റെ കല്യാണവും നടക്കുന്നില്ല. അവനാണ് ഈ കേസുകളെല്ലാം നടത്തുന്നത്. അവൻ നല്ലൊരു പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു കൊച്ചാ. അവന്റെ അമ്മയൊക്കെ അതുപോലെ എന്റെ ചേച്ചിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നു.
ചോദിക്കുന്ന. അപ്പൊ അന്നേരം ഞാൻ ഓർത്ത് അലക്സ് എന്ന് കേട്ടത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് തീർച്ചയായിട്ടും കുഴപ്പമില്ല. ഏറ്റെടുത്തു. അലക്സിനും ദൈവവും ആ ആലോചന കേൾക്കുമ്പോൾ മറ്റ് സഹോദരന് വേണ്ടിയാണ് ദൈവം ഇടപെട്ടെങ്കിൽ പോലും ആ അലക്സിന് വേണ്ടി ഞാൻ അത് ഏറ്റെടുക്കുന്നു. ആ കുടുംബത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. അത് ആ സഹോദരന്റെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ താങ്ക് യു ബ്രദറെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയാൻ നിൽക്കുന്ന ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് ആരാ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. വേഗത്തിൽ പറഞ്ഞു. ഹലോ പറഞ്ഞു. ഞാൻ കൊറോണ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ എടുത്ത ശേഷം എന്റെ ഈ ലെഫ്റ്റ് സൈഡ് ഈ കൈയിന്റെ ഞരമ്പും അസ്ഥിയിലും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ 3 വർഷമായിട്ട് ഞാൻ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോ നമ്മുടെ ബ്രദറിന്റെ പ്രവചനം കേൾക്കാൻ തുടങ്ങി. അപ്പൊ തൊട്ട് ഈ മെഡിസിന്റെ നമ്മൾ ദിവസം കഴിക്കുന്ന മെഡിസിൻ ഇങ്ങനെ പറഞ്ഞു, അതായത് 2 ഫെബ്രുവരി 24 വചനം ഏറ്റു പറയാൻ തുടങ്ങിയ ശേഷം അവിടുന്ന് ആ വേദന പോയി. പക്ഷെ ഒരാഴ്ച പറയണമെന്ന് വിചാരിച്ചു. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ പല മെസ്സേജുകളും സിസ്റ്റർ ഞാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സിസ്റ്റർ പറഞ്ഞത് 3 വർഷമായിട്ടുള്ള വേദനയായിരുന്നു അല്ലേ? 3 വർഷമായിട്ട്. ഓ, എത്ര ദിവസം വചനം പറഞ്ഞു? ഞാൻ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു. ദിവസം ഞാൻ അറ്റൻഡ് ചെയ്യണം. ഒരുമിച്ച് എല്ലാവരും ഹാലലൂയ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞത് ദൈവ സൗഖ്യങ്ങൾ രോഗപ്രവൃത്തി ദൈവ പ്രവൃത്തി കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ അത്ഭുതം നിങ്ങളുടെ മേലേക്ക് സംഭവിക്കും. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, 3 വർഷമായിട്ട് ആ ഞരമ്പിനും അസ്ഥിക്കും ഒക്കെ വല്ലാതെ വേദനപ്പെടുന്നു. 3 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനമാകുന്ന മരുന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ 3 നേരം ഭക്ഷിക്കാൻ തുടങ്ങി, ഒരാഴ്ച വചനം പറയാൻ തുടങ്ങി, ഭക്ഷിക്കാൻ തുടങ്ങിയപ്പം ഇപ്പൊ എങ്ങനെ സിസ്റ്റർ സംഭവിച്ചത്? പൂർണ്ണമായിട്ട് എന്ത് പറ്റി? മാറ്റം, പൂർണ്ണമായ വേദന മാറി. ആമേൻ ആമേൻ. ഒരുമിച്ച് ഒരു ആമേൻ വീണ്ടും പറഞ്ഞു. അതേപോലെ ഞാന് ഹലോ പറഞ്ഞു. അതേപോലെ ഇന്ന് ഞാൻ 2 മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റേഷൻ കടയിൽ പോകുമ്പോ എപ്പോഴും തിരക്കായിരിക്കും. അപ്പൊ എനിക്ക് കിട്ടില്ല വേഗം. 5-6 ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്, ഞാൻ റേഷൻ കടയിൽ പോയിട്ട് എനിക്ക് 2ാമത്തെ നമ്പർ ആയിരുന്നു. എനിക്ക് വേഗം കിട്ടി. ഞാൻ സാധനം വാങ്ങി വീട്ടിലേക്ക് വന്നു. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ റേഷൻ കടയ്ക്ക് പോയപ്പോ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ സ്വപ്നത്തിൽ അങ്ങനെയല്ലല്ലോ കണ്ടത്, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ബ്രദറിന്റെ ഇങ്ങനെ ഈ പ്രവചനം ഞാൻ വെറുതെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ അത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് ഹൃദയത്തില് റേഷൻ കടയിൽ സിസ്റ്ററെ കട്ടായി പോയല്ലോ. ഹലോ സിസ്റ്ററെ കട്ടായി പോയല്ലോ. പറഞ്ഞു. അപ്പോ റേഷൻ കടയിൽ പോയി. ഓക്കെ. ഹലോ, അതായത് സിസ്റ്റർ മെസ്സേജ് അയച്ചിരുന്നു ഞാന്. അതെ. സിസ്റ്റർ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും റേഷൻ കട ഇതൊക്കെ ആയിട്ട് എന്നാ ബന്ധവും നമ്മൾ ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സിസ്റ്ററുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ചില കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്, ചിലത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇതിക്ക് റേഷൻ കടയായിട്ട് തന്നെ ബന്ധം, അത് നമ്മുടെ മുമ്പിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു കൃപ, പരിശുദ്ധാത്മാവ് ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ ചിലരുടെ സ്പിരിച്വൽ ഐസിൽ ദൈവം സ്പർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതാണ് സിസ്റ്റർ അങ്ങനെ പറഞ്ഞു വന്നത്. അപ്പം അതേപോലെ സംഭവിച്ചു. അതെന്താണത്? ഒരിക്കലും നടക്കാൻ അങ്ങനെ പറ്റുന്നൊരു സംഭവം അല്ലായിരുന്നു. ക്യൂ നിൽക്കണം, മറ്റേ ലിസ്റ്റിലുണ്ട്. പക്ഷേ കാണിച്ച സമയത്ത് നടക്കാൻ സാധ്യതയില്ല അങ്ങനെ പോയി നിൽക്കാൻ. നമ്മൾ എന്തെങ്കിലും ഇതെന്താ ബന്ധം, ചെറിയ കാര്യമാണെങ്കിൽ പോലും മുന്നമേ അത് കണ്ട് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുവട് വെച്ചുകൊണ്ടിരിക്കും. ഇനി വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ ദൈവം കാണിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്പത്തിൽ നമ്മൾ വിശ്വസ്തനായിരിക്കുമ്പോൾ, ഈ കാണുന്ന ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ ദർശനങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇനിയും നിറയ്ക്കട്ടെ, ഇനിയും വർദ്ധിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. അഭിപ്രായം മാത്രമാണ്. ഈ സാക്ഷ്യം പറയുന്നവര് ഈ പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം.
എവിടെ നിന്നാണ് എന്ന് സംസാരിക്കുന്നത് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഒരു ജസ്റ്റ് അറിവിന് വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. കാര്യം നമുക്ക് പലപ്പോഴും പരസ്പരം അറിയത്തില്ല. ഞാൻ പിന്നെ നിങ്ങളോട് അധികം ഡീറ്റെയിൽസുകൾ ഞാൻ അധികം ചോദിക്കാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ദൈവാത്മാവ് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പും കുറച്ചും കൂടെ വിശ്വാസം, ഇപ്പം നിങ്ങൾ എന്നോട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കട്ടെ, ഞാൻ എന്തുകൊണ്ടാണ് ജോസഫ് ബ്രദറിനോട് ചോദിച്ച സമയത്ത് എനിക്ക് ജോസഫ് ബ്രദർ US എനിക്കറിയാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്ത് ചോദിക്കാൻ കാരണം, അദ്ദേഹം അമേരിക്കയിൽ ഇരിക്കുന്നു, അദ്ദേഹം വീഡിയോ ഓണാക്കിയിട്ടില്ല, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു വയലറ്റ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു, ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനും അദ്ദേഹം തമ്മിൽ കിലോമീറ്റർ ദൂരെയാണ്, നിങ്ങളും തമ്മിൽ കിലോമീറ്റർ ദൂരെയാണ്. നമ്മൾ പണ്ട് പറയുന്ന പോലെ 7 കടൽ അപ്പുറം എന്നൊക്കെ പറയുന്ന പോലെ ദൂരങ്ങളുണ്ട്. പക്ഷെ കർത്താവ് അദ്ദേഹം ആ ഓഫീസിലിരിക്കുമ്പോൾ, ഇപ്പോൾ ആ സമയം ഇപ്പോൾ അവിടെ ബ്രദറെ രാവിലെയാണോ വൈകിട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ? പകലല്ലേ? ഇപ്പോഴേ പകലാണ് 11:30. സോറി, കണ്ടോ? 12:30. ഉച്ചയ്ക്ക് 12:30 ഇന്ത്യൻ സമയം. ഏകദേശം നമ്മളിപ്പം കവർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് രാത്രി 10 മണിയായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവാത്മാവ് അവിടെ ഇരിക്കുന്ന ആ സഹോദരൻ്റെ എന്തിനാണ് ഈ വസ്ത്രമൊക്കെ കളർ വെളിപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനാണ്. ദൈവത്തിന് വിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു ഉറപ്പ് തരുക ദൈവം കാണുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമ്മളത് പറയുന്ന ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളായിരിക്കും. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ സഹോദരി സംസാരിച്ച് കേട്ടിട്ട് തോന്നുന്നു പാലക്കാട്ടുകാരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഞാൻ പാലക്കാട് ഇപ്പൊ മഞ്ജു സഹോദരി സംസാരിച്ചിട്ട് പാലക്കാട്ടുകാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനും സ്വാഭാവികമായിട്ട് ഞാൻ പാലക്കാട് ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ ശാന്ത സിസ്റ്റർ പാലക്കാട്, എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ശാന്ത സിസ്റ്റർ നേരിട്ടറിയാവുന്നതാണ്. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രദറും ഞാനും സംസാരിച്ച് നമുക്കറിയാമല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അറിയാമല്ലോ, ബ്രദറിന് അറിയാമല്ലോ. കാര്യം ഞാൻ എത്ര കാലം ഞാൻ ഒരു ചർച്ച അന്വേഷിച്ച് നടന്നു എന്നുള്ള കാര്യം ഞാൻ കത്തോലിക്ക സഭ വിട്ടിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോകാതെ 2 വർഷത്തോളം ഞാൻ വെറുതെ ഇരുന്നു. ഞാൻ പിന്നെ എല്ലാ ആഴ്ചയും ഞാൻ കോട്ടയത്ത് വന്ന് ഞാൻ കൂടിയ കാര്യങ്ങളും അറിയായിരുന്നല്ലോ 2017-18 കാലഘട്ടത്തില്. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ പല സഭകളിലും പോകുന്നുണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള ഏതെങ്കിലും സഭകളിൽ പോകുന്നുണ്ടോ, ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങൾ. ഹലോ ബ്രദർ, ഞാന് മഞ്ജു സിസ്റ്ററാണ്. ഞാൻ മുംബൈയിലാ താമസം. ഓക്കെ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ കുഴപ്പമില്ല, നമുക്കത് പ്രാർത്ഥിക്കാം. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും തോമസ് പറഞ്ഞ കാര്യം ശരിയാണ് ഇതായിട്ട്, പക്ഷേ ദൈവിക ആലോചന ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ഞാൻ കർത്താവിൻ്റെ ആലോചന ചിലപ്പോൾ നമ്മളെ എക്സൈറ്റഡ് ആക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സഹോദരി ഇന്ന് പ്രാർത്ഥനയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഒരു വസ്തു സംബന്ധമായ വിഷയമുണ്ട്. ആ സഹോദരി ഇന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക്? ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? ഒരു വസ്തു സംബന്ധമായ വിഷയത്തിന് മേൽ കർത്താവ് ഇടപെടുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞു രമാമോഹൻ എന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. രമാമോഹനോ? അപ്പൊ ആ സഹോദരി എങ്ങനെയോ അപ്പൊ യൂട്യൂബിലോ മറ്റോ എന്തോ കയറി വന്നതാണ് ആ സഹോദരി. അപ്പം ആ സഹോദരി പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടില്ല, എങ്ങനെയോ ലിങ്ക് കിട്ടി വന്നു. പക്ഷെ കർത്താവ് അത് ചിലപ്പോൾ എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ദൈവാത്മാവ് അത് വെളിപ്പെടുത്താൻ അവർ നിൽക്കുക, അത് ബ്രദറിന് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അവർക്കതൊരു ഉറപ്പില്ലായ്മ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്കത് പറയാതിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നല്ലതാണ്, ചില സമയങ്ങളിൽ നമുക്ക് ചിലത് നല്ലതാണ്, ചില സമയങ്ങളിൽ കുറച്ചും കൂടെ നമുക്ക് ഉറപ്പ് കിട്ടാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മാക്സിമം ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ആ ഒരു കാര്യമായിരിക്കും നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് ചിലപ്പം ബലപ്പെടുത്താൻ വേണ്ടിയായിരിക്കും വെളിപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള, ഞാൻ പലപ്പോഴും ദൈവാത്മാവ് ചിലപ്പം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പലരുടെയും ഹൃദയത്തിൽ ചില കാര്യങ്ങളെ, അതെന്തിനാണ് ദൈവം വെളിപ്പെടുത്തുക? നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടുവാൻ, ദൈവത്തിന് ഉറപ്പിന് വേണ്ടിയല്ല, നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടി കർത്താവ് അത് ചെയ്യുന്നതാണ്. എന്തെങ്കിലും പ്രാർത്ഥിക്കുക, കർത്താവ് എല്ലാം ഗൈഡ് ചെയ്യുവാൻ ഇടയായിത്തീരും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുണ്ടെങ്കിൽ വേഗത്തിൽ പറയുക. പറഞ്ഞു. നേരത്തെ ബ്രദറിനോട് ഒരു വസ്തു സംബന്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്ത്, കുടുംബ വസ്തുവിന്റെ ഒരു തീട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാനും മോളും
പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ഹൃദയത്തില് മെയ് മാസത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാകും. മെയ് മാസം എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തിൽ അവൾക്ക് മെയ് 13 തോന്നി. ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മെയ് 13 കഴിഞ്ഞിട്ടും അതിനൊരു തീരുമാനമായില്ല. അപ്പൊ ഇന്നലെ ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ രാത്രിയിൽ കുറെ സമയം ഇരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഇന്ന് എന്തായാലും അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് പൈസ ഇട്ട് തരണം. അപ്പൊ ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ പൈസയുടെ എന്തായാലും സാരമില്ല, എത്രയായാലും ഞാൻ തന്നോളാം, കേസ് എങ്ങനെയാലും ഒന്ന് തീർത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. ബ്രദർ എന്നോട് ഒരു ആലോചനയും പറഞ്ഞാണ്, ഒരു അറ്റാച്ച് ചെയ്ത വസ്തുവിന്റെ കാര്യം പറഞ്ഞതാണ്. അത് നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. അതിൽ ഇന്ന് അത്ഭുതം കർത്താവ് പ്രവർത്തിച്ച് ഇന്ന് തന്നെ അഡ്വക്കേറ്റ് വിളിച്ചു. എന്നോട് പറഞ്ഞ്, ടീച്ചറെ കുറച്ച് പൈസ ഇട്ട് തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇട്ട് തരാം. 2000 രൂപയെ ചോദിച്ചു. ഞാൻ ഇത് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ബ്രദറിനോട് എല്ലാവരോടും പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. കാരണം ഈ മാസത്തിൽ തന്നെ അതൊന്ന് റിലീസാക്കി കൊടുക്കാനായിട്ട്. കാരണം സഹോദരന്റെ പേരിലുള്ള വസ്തുവാണ്, കുടുംബ വസ്തുവാണ്. അപ്പം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്നലെ ദൈവം എൻ്റെ പ്രാർത്ഥന, എൻ്റെ കണ്ണുനീര് എൻ്റെ കർത്താവ് കണ്ടു. അതിന് ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ്. ഈ വിഷയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ബ്രദറിനോടും എല്ലാവരോടും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യം. തീർച്ചയായിട്ടും കർത്താവെ, അങ്ങ് അത് ഇടപെട്ടതിന് നന്ദി. പ്രിയമക്കൾ, പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണല്ലോ, അതിൻ്റെ മേൽ ദൈവം ഒരു അടയാളം പോലെ അത് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവ് ഇനിയും ആ വിഷയത്തിന് മേൽ ദൈവം ഇടപെടും. ഈ ദിവസങ്ങളിൽ കർത്താവെ അത് അവകാശമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എൻ്റെ പേര് മറിയം. ഞാൻ UK-ൽ വിളിക്കുന്നത്. ഇന്നലെ എനിക്ക് പ്രെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ രാത്രി കിടക്കാൻ നേരം ഞാനും കൊച്ചും കൂടെ ഈ പ്രെയർ കേട്ടിട്ടാണ് കിടന്നത്. അപ്പം ഈ സതീഷ് എന്ന് ഇന്നലെ ബ്രദർ പറയുന്നുണ്ട്, ഒരു സതീഷ് 45 വയസ്സ്. അപ്പോ അത് എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞാൻ കേട്ടപ്പോ തന്നെ കൊച്ചു പറഞ്ഞു, ഇത് പ്രായം കൊണ്ട് നോക്കുമ്പോഴത്തേനും കൊച്ചും പറഞ്ഞു, ഇത് പപ്പയുടെ കൂട്ടുകാരനാണല്ലോ ബ്രദർ പറയണമെന്ന്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ പ്രാർത്ഥനയിൽ സൂമിലുണ്ടായിരുന്ന പലരും പറഞ്ഞു, പക്ഷെ പ്രായം ഉള്ള ആ പ്രായത്തിലുള്ള ആരും ഇല്ലായിരുന്നു. അപ്പൊ സിസ്റ്റർ ഇന്ന് ഓർത്തേ നിന്ന്, സിസ്റ്റർ ഇന്നലെ ഡ്യൂട്ടി കാരണം കേൾക്കാൻ പറ്റിയില്ല. ഇന്നലെ കേട്ടപ്പം തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവിനോട് പറഞ്ഞത്, ആ കുടുംബത്തെ തകർന്ന അവസ്ഥയിൽ ദൈവം പണിയാൻ നിങ്ങളെ ഉപയോഗിക്കാൻ പോകും. ആ വ്യക്തിയെ ദൈവം ഉപയോഗിക്കാൻ പോകും. ആ കുടുംബ ജീവിതത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച ഞാൻ പറഞ്ഞോട്ടെ സിസ്റ്ററെ, കർത്താവ് കേട്ടോണം. അവരുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു വിള്ളലിന്റെ അകത്ത് ഒരു കടന്നു പോകുന്നത്. കർത്താവിനോട് പറഞ്ഞത്, അത് പണിതെടുക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഞാനൊരു പെൺകുട്ടീനെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം. കർത്താവ് എന്നെ കാണിച്ചത്, അതിൻ്റെ അകത്ത് വലിയൊരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. ആ കുടുംബത്തിന് മേൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരെ ഐക്യതപ്പെടുവാൻ, ആ തകർന്ന കുടുംബത്തെ പണിയുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും കേട്ടോ. പ്രാർത്ഥിച്ചോണം, അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥന അവർ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പറയേണ്ടെന്ന് പറഞ്ഞ കാര്യം. അതും കൂടെ പറയും, എനിക്കറിയാം, ആവശ്യമാണെന്ന് എനിക്കറിയാം, അല്ലേ? ആവശ്യമാണെന്ന് എനിക്കറിയാം. രണ്ട് സ്ഥലത്തായിരുന്നു താമസം. അതെ, കർത്താവിനോട് പറഞ്ഞുകൊണ്ട് അതിന് പെട്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞത് കാര്യം. ആ വിഷയമായിട്ട് ദൈവം തൊടാൻ പോവാ. ആമേൻ. ബ്രദറെ, ഞാൻ അന്നസ്റ്റ് ദോഹയെന്നാണ്. ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എന്റെ ഗ്രേസി ആന്റിയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കുറെ ദിവസമായിട്ട് ഗ്രേസി ആന്റിനെ വിളിച്ചില്ല. അപ്പൊ ഇന്ന് തന്നെ ഞാൻ വിളിച്ചു ആന്റിയെ രാവിലെ. ആന്റിക്ക് ഹസ്ബൻഡ് മരിച്ചു പോയതാ, 3 കുട്ടികളുണ്ട്. എന്റെ ഫാദർ, അവർ 10 സിബ്ലിങ്സ്. അപ്പം ഞാൻ അധികം ഒന്നും ആന്റിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ലായിരുന്നു. ഇന്ന് വിളിച്ചപ്പോ ആന്റി ഒരു വളരെ വിഷമത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നീ എന്നെ ഇപ്പം അങ്ങനെ വിളിച്ചതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രെയർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ബ്രദർ ഇങ്ങനെ ആന്റിയുടെ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് വിളിച്ച. ആന്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആന്റി എന്നോട് പറയണം ഇങ്ങനെ പറഞ്ഞു. അപ്പം ആന്റി കരഞ്ഞിട്ട്, ആന്റി 80 years ഉണ്ട്, ഒത്തിരിയും പ്രായമായത്. അപ്പം ആന്റി എന്നോട് പറഞ്ഞു, മോനെ നീ വിളിച്ചതിന് ഒത്തിരിയും താങ്ക്സ്, ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുവായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര സമാധാനമായി, ആരെങ്കിലും ഒക്കെ എന്നെ അന്വേഷിക്കാനുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു. ആമേൻ, ആമേൻ. എത്ര പേര് ആ ഒരു ആലോചനയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ. പ്രിയ സിസ്റ്റർ ആലോചന ഏറ്റെടുത്ത് വിളിച്ചപ്പോ ആന്റി ചോദിച്ചു, എന്തുകൊണ്ടാ നീ ഇപ്പൊ വിളിച്ചത്? കാര്യം വലിയ ദുഃഖത്തിലിരിക്കുക. ആലോചിച്ച് നോക്കി, കർത്താവ് എല്ലാം കാണുന്നുണ്ട്, മനസ്സിലായോ?
നീ വിളിച്ചത് എനിക്കൊരു ആശ്വാസമായെന്ന് പറയുവാനും, അത് മാത്രമല്ല ഇനിയും ഓർത്തോണം, ഇനിയും പ്രാർത്ഥന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം സിസ്റ്ററെ ആ ആമേൻ. കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം മുഖാന്തരമാക്കും. തലമുറകൾക്കൊരു ആമേൻ. അനുഗ്രഹമാകുവാൻ ദൈവം ഉപയോഗിക്കും. ആമേൻ. ഞാൻ ചെയ്തോളാം ബ്രദർ. ആമേൻ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ആന്റിയോട്, ഞാൻ ഈ ഫ്രീക്വന്റ് ആയിട്ട് വിളിച്ചോളാം, ആന്റിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് ഞാൻ ഒക്കെയോളം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആന്റി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ബ്രദർ. എല്ലാവർക്കും താങ്ക്സ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ജയ്മോൾ സിസ്റ്റർ പറയാൻ വേണ്ടിയാണോ? പറയാനായിരുന്നു ബ്രദറെ. ഞാൻ ഇപ്പം ബ്രദറിന് ഒരു 2 മാസം മുന്നേ പ്രയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു. മോൻ +2 ആയിരുന്നു. അവന് പഠിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ബ്രദർ എനിക്ക് വചനം അയച്ചാൽ ഞാൻ കണ്ടിന്യൂസ് വചനം ചെല്ലുന്നുണ്ടായിരുന്നു. എനിവേ അവന് 70% കൂടുതൽ ഒട്ടും മാർക്ക് കിട്ടിയില്ല. അവൻ ജയിക്കും, 70% അങ്ങേയറ്റം അത്ര പറഞ്ഞിരുന്നു. എനിവേ മാർക്ക് വന്നപ്പം 86% കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ അവന്റെ ഹയർ സ്റ്റഡീസിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അതിന് വേണ്ടി ഇങ്ങനെ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ബ്രദർ എൻ്റെ എളിയുടെ ഇടുക്കിന് ഒരു 5 വർഷമായിട്ട് വേദനയായിരുന്നു. ഞാൻ സ്കാനുകളെല്ലാം ചെയ്തു, എല്ലാം നോർമലാണ്. ഫിസിയോതെറാപ്പി ചെയ്തു, ആയുർവേദം ചെയ്തു, തിരുമല ചെയ്തു. പിന്നെ എല്ലാവരും ഡോക്ടേഴ്സ് കളിയാക്കാൻ തുടങ്ങി. എല്ലാം റിപ്പോർട്ട് നോർമലാണ്, നിങ്ങൾക്ക് എവിടെ വേദന? അതാണ് ഞാൻ നാണക്കേട് പ്രമാണിച്ച് ഞാൻ ആശുപത്രി പോക്ക് നിർത്തി വെച്ചു. വചനം പറഞ്ഞു തുടങ്ങി. കുറേയൊക്കെ ബ്രദർ പറയുന്നതൊന്നും പറഞ്ഞില്ല, എന്നാലും ഞാൻ കുറേയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല രീതിയിൽ എൻ്റെ എളിവേദന കുറഞ്ഞു. എന്നാലും മുട്ടിനും കാലിനും ഒക്കെ വേദനയുണ്ട്. എന്നാലും എൻ്റെ എളിവേദനയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. കാരണം അസുഖം ഇല്ലാന്ന് ഇവർ പറയുന്നു. അതെന്തായാലും നല്ല രീതിയിൽ കുറഞ്ഞു. അതിന് ദൈവത്തിന് 1000 നന്ദി. ആമേൻ. ആ സാക്ഷ്യത്തിനായി വീണ്ടും ഒരു നന്ദി പറഞ്ഞിട്ട് എല്ലാവരും. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് ഹല്ലേലൂയ. സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ചൂടില്ല കേട്ടോ. നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഒരു ചൂടില്ല നിങ്ങൾക്ക്. കാര്യം സിസ്റ്റർ പറഞ്ഞു കേട്ടില്ല, ഡോക്ടർമാർ പോലും കളിയാക്കി ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. പക്ഷേ വേദന അനുഭവിക്കുന്ന സിസ്റ്റർക്ക് അറിയാൻ പറ്റും. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, 5 വർഷമായിട്ടുള്ള വേദന, 5 വർഷമായിട്ടുള്ള വേദനയാണ്. റിപ്പോർട്ട് നടത്തി, ഫിസിയോതെറാപ്പി ചെയ്തു, എല്ലാം ചെയ്തു. അവിടുത്തെ ഡോക്ടർമാർ വരെ കളിയാക്കി പറഞ്ഞു ഒരു കുഴപ്പമില്ല, പിന്നെന്തിനാ. പക്ഷേ കർത്താവിൻ്റെ വചനം പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആ വേദനയുടെ മേൽ യേശു പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് ഇനി മുട്ടിലായിക്കോട്ടെ താഴെ ആയിക്കോട്ടെ അതേ വചനം പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരും. ഈ മാറ്റം തുടക്കമാണ്. ഇനിയും ദൈവം അനുഗ്രഹിക്കും. കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വപ്ന സൗകര്യം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വാതിലുകളെ തുറക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും. സൗണ്ട് മ്യൂട്ട് ചെയ്യുക. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇപ്പം തന്നെ യേശുവേ എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞു